ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു വീട്ടിൽ നമ്മൾ ഹൗസ് വയറിങ് ചെയ്യുന്ന സമയത്ത് എത്ര സർക്യൂട്ടുകൾ എങ്ങോട്ടൊക്കെ സർക്യൂട്ടുകൾ വലിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ജസ്റ്റ് ഒരു ഇമാജിൻ എന്ന രീതിയിൽ നമുക്കൊന്ന് വരയ്ക്കാം. റൂമുകളുടെ എണ്ണവും കാര്യങ്ങളാണ് വരയ്ക്കുന്നത്. ഇത് ഫസ്റ്റ് റൂമാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. റൂം 1, പിന്നെ റൂം 2 വരുന്നുണ്ടെങ്കിൽ 2, പിന്നെ നമുക്ക് റൂം വരുന്നുണ്ടെങ്കിൽ അടുത്ത റൂം നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത റൂം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ കിച്ചൺ ഏരിയ വരുന്നുണ്ട്. ഈ കിച്ചൺ ഏരിയയിൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം വരുന്ന വേറൊരു ഏരിയ വർക്ക് ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ വീടുകളിലും തന്നെ വർക്ക് ഏരിയ ആയി കഴിഞ്ഞു. പിന്നെ ലിവിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ സിറ്റ് ഔട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയുമാണ് ഏകദേശം ഒരു വീട്ടിൽ അത്യാവശ്യം വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ വരുന്ന മേഖല. നമുക്കതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം. എത്ര സർക്യൂട്ടുകളെല്ലാം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ് വലിച്ചു പോകുന്നുവെന്നാണ്, വയറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കുന്നത് ഡി ബിയിലേക്കാണ് വരുന്നത്. മെയിൻ സർക്യൂട്ട്സ് വരുന്നത് ഡി ബിയിൽ നിന്നാണ്. എല്ലാ ഡി ബിയിൽ, സിംഗിൾ ഫേസ് ഡി ബി ആണെങ്കിലും 3 ഫേസ് ഡി ബി ആണെങ്കിലും ഡി ബിയിൽ നിന്ന് സെപ്പറേറ്റ് വേണം, വയറുകൾ വേണം നമുക്ക് വലിച്ചുകൊണ്ട് പോകാനായിട്ട്. ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റിനെ നമുക്ക് നോക്കാം, ഫേസ് വയർ. അത് നമ്മൾ സാധാരണ കോമൺലി കൊടുക്കുന്നത് റെഡ് വയറാണ് കൊടുക്കുന്നത് കോഡിങ് അനുസരിച്ച്. പിന്നെ അടുത്തത് വരുന്നത് ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയർ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ബ്ലാക്ക് വയറാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ സർക്യൂട്ടിനനുസരിച്ച് 2.5, 1.5 സർക്യൂട്ടുകൾ നമ്മൾ യൂസ് ചെയ്യാം. ഫേസ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന മെയിൻ സർക്യൂട്ടിൽ ഒന്നാണ് എർത്ത് വരുന്നത്. അത് നമ്മൾ നോർമലി കൊടുക്കുന്നത് കളർ കോഡിങ്ങിൽ വരുന്നത് ഗ്രീനാണ് കൊടുക്കുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്നത്, റെഡ്, ബ്ലാക്ക്, ഗ്രീൻ. ഇതാണ് ഒരു മെയിൻ സർക്യൂട്ട് വരുന്നത്. ഇനി വരുന്ന അടുത്ത സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇൻവെർട്ടർ സർക്യൂട്ട് വരുന്നുണ്ട്. ഇൻവെർട്ടർ സർക്യൂട്ട് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ളവർക്ക് ഇൻവെർട്ടർ സർക്യൂട്ട് വയ്ക്കാം. അത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് യെല്ലോ വയറാണ് കൊടുക്കുന്നത്. യെല്ലോ വയർ കൊടുക്കുന്നത് 1.5 ആയാലും മതി നമുക്ക്. പിന്നെ വരുന്ന മാസ്റ്റർ സർക്യൂട്ടും ഇതുപോലെ തന്നെ കൊടുക്കുന്നത് ബ്ലൂ വയറാണ് കൊടുക്കുന്നതും, അതും 1.5 സർക്യൂട്ട് മതി. ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് റൂമിലേക്കാണെങ്കിലും പവർ സർക്യൂട്ടുകളാണെങ്കിലും നമുക്ക് 2.5 മതിയാവും. എ സി ഡി ആണെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് 2.5 സർക്യൂട്ട് മതി. 4ൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം മാക്സിമം ചിലവ് കുറച്ചിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് 2.5 സർക്യൂട്ട് മതി എ സിക്കും പവർ സർക്യൂട്ടിനും എല്ലാം വരുന്നത്. പിന്നെ ഡി ബിയിലേക്ക് വരുന്നത് നമുക്കൊരു വയർ, അങ്ങനെയെല്ലാം ആവശ്യം വരുന്നുള്ളൂ. ഇനി നമ്മൾ നോക്കുന്ന സർക്യൂട്ട്സുകളാണ്. ഈ സർക്യൂട്ട്സുകൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് തന്നെ നോക്കുക. ഞാനാ പറഞ്ഞ ഒറ്റ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചിരിക്കുന്ന 6 വയറുകളാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് സർക്യൂട്ട് റൂമിലേക്ക് നമ്മൾ വലിക്കുക. ആ 5 വയറുകൾ, ഈ 5 വയറുകളാണ് സർക്യൂട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ സർക്യൂട്ട് റൂം സർക്യൂട്ട്, ഇതും ഡയറക്റ്റായിട്ട് ഡി ബിയിൽ നിന്ന് സെപ്പറേറ്റ് തന്നെ പോകണം. ലൂപ്പ് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും ബെറ്റർ. കാരണം കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും ഏതെങ്കിലും റൂമിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സെക്ഷൻ മാത്രം ട്രിപ്പായി മറ്റു സെക്ഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഡി ബിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാം. മൂന്നാമത്തെ സർക്യൂട്ട് വരുന്നത് ലിവിങ് ഏരിയയിലാണ് വരുന്നത്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങും വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്, സിറ്റ് ഔട്ടും വേണമെങ്കിൽ ഒന്നിച്ച് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. കുറച്ച് ലൈറ്റ്സുകളും മാത്രം വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പിന്നെ അടുത്ത ഏരിയ വരുന്നതാണ് ഡൈനിങ് ഏരിയയിൽ നമുക്ക് സെപ്പറേറ്റ് സർക്യൂട്ട് വലിക്കുന്നതാണ് ബെറ്റർ വരുന്നത്, സെപ്പറേറ്റ് വലിക്കുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെക്ഷൻ മാത്രമേ ട്രിപ്പ് ആവുന്നുള്ളൂ. അടുത്ത സർക്യൂട്ട് വരുന്നതാണ് കിച്ചൺ ഏരിയ വരുന്നുണ്ട്. കിച്ചൺ ഏരിയയിൽ കുറച്ച് സർക്യൂട്ട്സ് കൂടുതൽ വരുന്നുണ്ട്. കാരണം മോട്ടറിൻ്റെ സെക്ഷൻ, അങ്ങനെ കിച്ചൺ ഏരിയയിൽ പവർ സർക്യൂട്ടുകൾ, കാര്യങ്ങൾ, മിക്സി കുത്തുന്നതിന് ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളും, ഫ്രിഡ്ജ് ഏരിയകൾ, ഇതൊക്കെ ഒരുപാട് സർക്യൂട്ട്സുകൾ വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് വലിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മോട്ടറിന് സെപ്പറേറ്റ് വലിക്കുക, മോട്ടറിന് സെപ്പറേറ്റ് സർക്യൂട്ട് തന്നെ വലിക്കുന്നതാണ് ബെറ്റർ. മോട്ടറിന് സെപ്പറേറ്റ് സർക്യൂട്ട് ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് വലിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ പവർ സർക്യൂട്ടും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് വലിക്കുക. ഈ പവർ സർക്യൂട്ടും എന്ന് ഉദ്ദേശിച്ചത് റെഡ്, ബ്ലാക്ക്, ഗ്രീൻ ഇത്രയും മതി. അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത്. മോട്ടറിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഫേസ്, ന്യൂട്രൽ മാത്രം മതി. അടുത്ത സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന പവർ സർക്യൂട്ട് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഒരു നോർമൽ സർക്യൂട്ട് കിച്ചണിൽ ആവശ്യമാണ്. നോർമൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 5 വയറുകൾ വരുന്ന ഒരു സർക്യൂട്ടും അത്യാവശ്യമാണ്. അത് അപ്പോൾ ഓൾറെഡി കിച്ചണിൽ തന്നെ ഏകദേശം ഒരു 3 സർക്യൂട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നതാണ്. ഇതെല്ലാം എന്തിനു ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പവർ, അത്രയും പവർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സേഫ്റ്റി കാര്യങ്ങൾ പക്കയായിരിക്കും, ഡാമേജ് കാര്യങ്ങൾ കുറവായിരിക്കും, ട്രിപ്പിങ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. പിന്നെ ഒരു അടുത്ത ഏരിയയിൽ 6ാമത്തെ സർക്യൂട്ട് വരുന്ന വർക്ക് ഏരിയയിൽ നമുക്ക് വരുന്നത് അത്യാവശ്യം തന്നെ ഒരു നോർമൽ സർക്യൂട്ട്. ഇനി വേണമെങ്കിൽ ഈ നോർമൽ സർക്യൂട്ട് നിങ്ങൾക്ക് കിച്ചണിൽ നിന്ന് എടുത്തിടാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡി ബിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിലും പ്രശ്നമില്ല. കാരണം അതിനുള്ള ലൈറ്റ്സേ ഉള്ളൂ. പിന്നെ ഈ പവർ സർക്യൂട്ട് എന്തായാലും ഡി ബിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെറ്റർ. പവർ സർക്യൂട്ട്, അതായത് ഒരു പവർ പ്ലഗ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കിച്ചണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വർക്ക് ഏരിയയിലാണ്. അതുകൊണ്ട് പവർ സർക്യൂട്ട് നിങ്ങൾ ഡി ബിയിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇതാണ് ഒരു വീട്ടിലേക്ക് വരുന്ന അത്യാവശ്യം വേണ്ട സർക്യൂട്ട്.
സർക്യൂട്ട് കാര്യങ്ങൾ ഒരു 6 അല്ലെങ്കിൽ 7 സർക്യൂട്ട് കാര്യങ്ങൾ 7-8 സർക്യൂട്ട് മാക്സിമം 8 സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ട്രിപ്പിങ് കാര്യങ്ങളെല്ലാം ഇല്ലാത്ത രീതിയിൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.